നാളുകളിലാ ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ആരെയും ഭയക്കാതെ മുന്നോട്ട് വന്നവരാ. പ്രതിബന്ധം തീർത്തവരിൽ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശീയ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരെയും ഭയക്കാതെ, ആരുടെയും മുന്നിൽ മുട്ടുമടക്കാതെ, അഭിമാനത്തോടെ, തന്റെ ഇടത്തോടെ പൊരുതി കയറി വന്നവരാ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആക്രമണ രാഷ്ട്രീയത്തിനെതിരെ. ഇനിയിപ്പോ വഴിയെ തടസ്സം തീർക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കെതിരെയും ഞങ്ങൾ രാജിയാകാൻ പോകുന്നില്ല. നിങ്ങളുടെ തീവ്രവാദ സമീപനത്തോട് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ ബുദ്ധിയെ വിലക്കെടുത്ത് അവരെ വികാരജീവികളാക്കി മാറ്റി ഒരു ഭാഗത്ത് നിങ്ങൾ മുസ്ലിം തീവ്രവാദം പ്രചരിപ്പിക്കും, നിങ്ങളെ കാട്ടിക്കൊടുത്ത് മറുഭാഗത്ത് RSSകാരൻ ഹൈന്ദവ തീവ്രവാദവും വളർത്തും. നിങ്ങൾ പരസ്പരം എതിർക്കുന്നു എന്ന വ്യാജേന പരസ്പരം സഹായിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ പരസ്യ പ്രവർത്തനം ആരംഭിച്ച കഴിഞ്ഞ ഒരു പതിറ്റാണ്ടില BJPയുടെ വോട്ട് കേരളത്തിൽ 4% നിന്ന് 15% വളർന്നു വന്നത്. ഗുജറാത്തിലുള്ളതിനേക്കാൾ സാധ്യതകളുണ്ട് RSSന് ഈ കേരളത്തിന്റെ മണ്ണിൽ. എനിക്കെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുവാനുള്ളത്, നമ്മൾ NDFനെതിരെ ശബ്ദിച്ച മതിയാവൂ, നമ്മൾ സുഡാപ്പിക്കെതിരെ നിലപാടെടുത്തേ മതിയാവൂ. കാരണം RSSനെതിരെ നിലപാട് സ്വീകരിക്കുന്ന പ്രബുദ്ധരായ ഒരു വലിയ ഹൈന്ദവ സമൂഹം ഇവിടെയുണ്ട്. സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്ത NDFകാരന്റെ കുത്തേറ്റ് വീഴുന്ന നാസറുദ്ദീൻ എന്ന നമ്മുടെ പൊന്നുമോനെ കൈകളിൽ വാരിയെടുത്തത് ആന്തലോത്ത ബാലേട്ടനും സജിലേഷുമായിരുന്നു. സമുദായത്തെ രക്ഷിക്കാൻ ആയുധമെടുത്തവന്റെ കുത്തേറ്റ് വീഴുന്ന ലീഗുകാരൻ ചെന്ന് വീഴുന്നത് ബാലന്റെയും സജിലേഷിന്റെയും കൈകളിലേക്കാണ്. മരണപ്രാണത്തോടെ അവരാണ് നസറുദ്ദീനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ ശത്രുവാരാണെന്ന്, നമ്മുടെ യഥാർത്ഥ മിത്രമാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് RSS ആകട്ടെ, NDF ആകട്ടെ, മറ്റ് തീവ്ര നിലപാടുകാർ ആരുമാകട്ടെ, അവർ പോകുന്നത് അമ്പലത്തിലാകട്ടെ, അവർ വരുന്നത് പള്ളിയിലാകട്ടെ, മനുഷ്യനെ കൊന്നുകളയണമെന്ന് പഠിപ്പിക്കുന്ന ആരും നമ്മുടെ ശത്രുക്കളാണ്. കാരണം ഇസ്ലാം മാനവികതയുടെ മതമാണ്. സമാധാനം എന്ന പേര് സ്വയം സ്വീകരിച്ച മതമാണ്. അന്യ സമുദായക്കാരന്റെ മൃതശരീരം കണ്ടപ്പോ ആദരവോടെ എഴുന്നേറ്റ് നിന്ന പ്രവാചകന്റെ മതമാണ്. പതിതരെ നോക്കി രാത്രി മുഴുവൻ തന്റെ സാമ്രാജ്യത്തിലൂടെ ഉറങ്ങാതെ അലഞ്ഞു നടന്ന ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി ഖലീഫ ഉമറിന്റെ ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന് വലിയ സന്ദേശങ്ങൾ നൽകാൻ കഴിയും. തന്റെ പള്ളിയുടെ അകത്തേക്ക് ക്രൈസ്തവരെ ആരാധനയ്ക്ക് അനുവദിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ പള്ളിക്കകത്തേക്ക് തന്നെ ക്ഷണിച്ചപ്പോ, ഞാൻ ഈ വഴിവെക്കൽ നമസ്കരിക്കാം, ഒരുപക്ഷെ ഞാൻ ആ പള്ളിക്കകത്ത് കയറി നമസ്കരിച്ചാൽ നാളെ ഉമർ നമസ്കരിച്ച പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിൻഗാമികൾ ഈ ക്രൈസ്തവ ദേവാലയത്തിന് അവകാശം പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ചിന്തിച്ച ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയെ പ്രചോദിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. മറുഭാഗത്ത് ഹൈന്ദവത എന്ന് പറയുന്നത് അതും ഇതുപോലെ വലിയ മാനവികതയുടെ ഏകം സദൃപ്ത ബഹുധാ വദന്തി, എല്ലാം ഒരു പരാശക്തി തന്നെ, അതിനെ നാം പല പേരുകളിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞ ദർശനമാണ് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത്. മാനിഷാദ എന്ന് പാടിയ മഹാമനീഷികളുടെ ആദർശമാണ് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുമ്പോ അത് നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വമല്ല. ഗുജറാത്ത് കലാപത്തിലൂടെ പാവപ്പെട്ട മനുഷ്യരുടെ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മുകളിൽ ചവിട്ടി ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ കയറിയിരുന്ന ആ കസേരയിൽ നിന്നും ഇരിക്കാൻ വേണ്ടി രാജ്യത്തെമ്പാടും വർഗീയ ധ്രുവീകരണം നടത്തുന്ന മുഹമ്മദ് അഹ്ലാഖിന്റെ, ഗ്രഹാം സ്റ്റെയിൻസിന്റെ ചോര മണക്കുന്ന രാഷ്ട്രീയമുള്ള നരേന്ദ്രമോദിയുടെ ഇന്ത്യയല്ല, പിന്നെയോ അത് ഭഗവാൻ ശ്രീരാമന്റെ ഒരു ദർശനമാണ് ഹൈന്ദവത എന്ന് പറയുന്നത്. വനവാസത്തിൽ ഇരിക്കുമ്പോ തന്നെ കാണാൻ വന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഭരതൻ എന്ന് പറയുന്ന തന്റെ അനുജനോട് തനിക്ക് സമ്മാനങ്ങളുമായി കടന്നു വരുന്ന ആദ്യം കാണുമ്പോൾ തന്നെ ചാർവാകന്മാർക്ക് ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിച്ച ഭഗവാൻ ശ്രീരാമന്റെ ദർശനമാണ് ഹൈന്ദവത. ചാർവാകന്മാർ എന്ന് പറയുന്നത് ശ്രീരാമദേവന്റെ സാമ്രാജ്യത്തിലെ ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളുടെ സംഘമായിരുന്നു. അവർ എന്ന് ചോദിച്ച ഭഗവാൻ ശ്രീരാമന്റെ ദർശനമാണ് ഹൈന്ദവത.